വിദ്യാർത്ഥികൾക്കും CJP പ്രവർത്തകർക്കും നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ ഐക്യദാർഢ്യവുമായി കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. മഹാരാജാസ് കോളേജിൽ നടന്ന കൂട്ടായ്മയിൽ ചലച്ചിത്ര പ്രവർത്തകരും എഴുത്തുകാരും പങ്കെടുത്തു. റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ പനമ്പള്ളി നഗറിലും കൂട്ടായ്മ നടന്നു. ദില്ലിയിലെ CJP വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. എഴുത്തുകാരായ NS മാധവൻ, KR മീര, ചലച്ചിത്ര പ്രവർത്തകരായ ജോർജ് ജോർജ്, ആഷിഖ് അബു, മഹേഷ് നാരായണൻ, CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് തുടങ്ങിയവർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ദില്ലിയിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരിൽ പോലീസ് വേഷം ധരിച്ച പൗരന്മാർ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും അധികം ഉത്കണ്ഠയുണ്ടാക്കുന്നതെന്ന് NS മാധവൻ പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലനാക്കിയത് വാങ്ചുക്കിനെ കമ്പിളിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയതോ വിദ്യാർത്ഥികളെ തല്ലി ചതച്ചതോ അല്ല. തല്ലുന്നവരുടെ കൂട്ടത്തിൽ ഈ നാട്ടിലെ പൗരന്മാരുണ്ടായിരുന്നു. മുഖം മറച്ച് സാധാരണ മഫ്തി വേഷത്തിലുള്ള ഗുണ്ടകൾ വിദ്യാർത്ഥികളെ തല്ലുന്ന കാഴ്ച കൊണ്ടു. നാളെ വരാൻ പോകുന്ന ഭീകരാന്തരീക്ഷത്തിന്റെ തുടക്കമാണ് ദില്ലിയിൽ കണ്ടതെന്ന് നടൻ ജോർജ് ജോർജ് പ്രതികരിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത് ഒരു അടിയന്തരാവസ്ഥയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി അതിന് ചോർച്ച വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത് സ്ലോ പോയ്സണിങ് ആണ്. നാളെ വരാൻ പോകുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അതിനെതിരെ ആദ്യം ബോധത്തോടു കൂടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്കാണ് കൈയടി. അവർ ഓർമ്മപ്പെടുത്തി, ഒരിക്കലും യുവജന പ്രക്ഷോഭങ്ങൾ ചരിത്രത്തിൽ തളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. റാപ്പർ വേടനും സുഹൃത്തുക്കളായ റാപ്പ് ഗായകരും ചേർന്നാണ് പനമ്പള്ളി നഗറിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. Raise your voice while you got time. Put your fist in the air after every rhyme, cause we coming back from the background. Yeah, my homie. മനുഷ്യത്വരഹിതമായ കാര്യമാണ് ദില്ലിയിൽ നടന്നതെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും വേടൻ പറഞ്ഞു. എത്ര കാലം പോലീസുകാർക്ക് അടിക്കാൻ പറ്റും? അങ്ങനെ ഒരു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ദിവസങ്ങളോളം അടിച്ചോടിപ്പിക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റുമെന്നില്ല. ഇവർക്കും വയ്യാണ്ടാവുമല്ലോ. പിന്നെ കുട്ടികളുടെ കാര്യം വളരെ ജനാധിപത്യപരമായി നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെ അടിച്ച് ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ദ ഗവൺമെന്റ് ഷുഡ് സേ സോറി ടു ദ പീപ്പിൾ. ഗായകനായ അലോഷി, കായിക താരം CK വിനീത, സണ്ണിയം കബിക്കാട്, KK ഷാഹിന തുടങ്ങിയവരും ദില്ലി പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ അതിക്രമത്തിൽ ആശങ്ക പങ്കുവച്ചു. നൂറുകണക്കിന് യുവതി യുവാക്കളും വിദ്യാർത്ഥികളും പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിന് സമീപം നടന്ന കൂട്ടായ്മയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.